ഗസ വെടിനിർത്തൽ കരാറിന്റെ ഇന്ന് മോചിപ്പിക്കുന്ന 3 ബന്ദികളുടെ വിവരം ഹമാസ് കൈമാറി. 24, 28, 31 വയസ്സ് പ്രായമുള്ളവരാണ് ഇന്ന് വിട്ടയക്കുക. പട്ടിക കൈമാറാത്തതിനെ തുടർന്ന് വെടിനിർത്തൽ കരാർ നടപ്പാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. അതിനിടെ വെടിനിർത്തൽ കരാറിനെ എതിർത്തത് ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ബെൽ ഗവീർ രാജിവെച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ചേരുന്നു. മെറിൻ, നേരത്തെ ഈ സീസ്ഫെയർ അനിശ്ചിതത്വത്തിലായിരുന്നു. ഇത്തരത്തിൽ ഹമാസ് കൈമാറേണ്ട ബന്ദികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന ആരോപണത്തിലായിരുന്നു അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. ഇപ്പോൾ 3 പേരെ ബന്ദികളെ വിട്ടയക്കുന്നവരുടെ പേരുകളടക്കം പുറത്തു വന്നിരിക്കുന്നതോടെ അനിശ്ചിതത്വം മാറി. മധ്യേഷ്യ സമാധാനത്തിലേക്ക് വരുമോ? സുഹേൽ, മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിലാണ് ഇപ്പോൾ ഹമാസ് ബന്ദികളുടെ വിവരം അല്ലെങ്കിൽ പേര് വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. 3 പേരുടെ പേര് വിവരമാണ്. ഇന്ന് മോചിപ്പിക്കുന്ന 3 വനിതാ ബന്ദികളുടെ പേര് വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 24, 28, 31 വയസ്സും പ്രായമുള്ള ബന്ദികളെയാണ് വിട്ടയക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഹമാസ് ടെലഗ്രാമിലൂടെയാണ് ഈ ഒരു വിവരം പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ വന്ന വാർത്ത ഗസ അതേപോലെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഈ ബന്ദികളുടെ പട്ടിക കൈമാറിയില്ലെങ്കിൽ വെടിനിർത്തലില്ല എന്ന് തന്നെ നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ IDF സ്പോക്സ് പേഴ്സണായിട്ടുള്ള ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. അതിന് പിന്നാലെ തന്നെ ഗസയിലെ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ബന്ദികളുടെ പട്ടിക ഇപ്പോൾ സീസ്ഫെയറിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും നിലവിൽ ഇസ്രായേൽ മന്ത്രിസഭയിൽ ചില ഭിന്നതകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഘടകകക്ഷിയുടെ പ്രധാന നേതാവും സുരക്ഷാ മന്ത്രിയുമായ ബെൻ ഗവീർ രാജിവെക്കുന്നു. ഇത് സർക്കാരിന്റെ ഒരു സ്ഥിരതയെ ബാധിക്കുമോ? ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി, രാഷ്ട്രീയ പ്രശ്നമായി, രാഷ്ട്രീയ പ്രതിസന്ധിയായി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുമ്പിൽ ഇത് മാറുമോ നിലവിൽ ഈ ഘട്ടത്തിൽ? സുഹേൽ, ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇസ്രായേൽ മന്ത്രിസഭയിൽ ഭിന്നതകളുണ്ട്. നേരത്തെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിനെ എതിർത്തുകൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നത് വഴി ഹമാസിനോട് നമ്മൾ കീഴടങ്ങുകയാണ്. ഇറ്റ്സ് ക്യാപിറ്റലൈസേഷൻ ടു ദ ഹമാസ് എന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു ഇസ്രായേൽ ഗസയിൽ കൈവരിച്ച നേട്ടങ്ങളെ കുറച്ചു കാണിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നത് വഴി. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ ബെൻ ഗവീർ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം മറ്റ് 2 പേരും കൂടെ, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന 2 പേരും കൂടെ രാജിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് നിലവിൽ വെടിനിർത്തൽ കരാറിനെ ബാധിച്ചേക്കില്ല. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിസഭയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നേരത്തെ ധനമന്ത്രി തന്നെ ബെസലേൽ തന്നെ പിന്തുണയുമായി രംഗത്തുണ്ട്. അദ്ദേഹം രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വെടിനിർത്തൽ കരാർ വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് നിലവിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ബന്ദി കൈമാറ്റം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ വരും മണിക്കൂറിൽ, അതായത് ഇന്ത്യൻ സമയം 4 മണിക്കാണ് ബന്ദികളെ കൈമാറുന്നത്. അതോടൊപ്പം തന്നെ ലോകം ഉറ്റുനോക്കുന്ന, പ്രതീക്ഷ നൽകുന്ന ആ ഒരു വാർത്ത തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനാകും. എന്തായാലും ബന്ദി കൈമാറ്റം സംബന്ധിച്ച അനിശ്ചിതം നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേൽ മന്ത്രിസഭയിലെ ഈ ഒരു ഭിന്നത നിലവിൽ ഈ വെടിനിർത്തൽ കരാറിനെ ബാധിച്ചേക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഘടകകക്ഷികൾക്കെതിരെ അഭിപ്രായമുണ്ടെങ്കിലും വെടിനിർത്തൽ സാധ്യമാകുമെന്ന പ്രതീക്ഷയുള്ള വാർത്തകളാണ് ഇസ്രായേലിൽ നിന്ന് വരുന്നത്. ബന്ദി കൈമാറ്റത്തിനുള്ള പട്ടിക ഹമാസ് നൽകിയിരിക്കുന്നു. മെറിൻ മേരി ചാക്കോ, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ.